ലുലുമാളിലേക്ക് പോയ ഒരു അമ്മച്ചിക്ക് നമ്മളോട് ചില പരിഭവങ്ങളും പരാതികളും ഒക്കെ പറയാനുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, അതോടൊപ്പം മുഖമൊക്കെ മറച്ച കുറച്ച് പർദ്ദയൊക്കെ അണിഞ്ഞ കുറച്ച് സ്ത്രീകൾ എന്തൊക്കെയോ ഈ അമ്മച്ചിയോട് കാണിച്ചു എന്നൊക്കെ കുറച്ച് പരാതികളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ആ അമ്മച്ചിയുടെ പരാതി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ, ഞാനിപ്പം ലുലുമാളിലാണുള്ളത്. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ മദ്രസയിൽ പോണ രണ്ട് കുട്ടികൾ, തൊപ്പി വെച്ച പിള്ളേര്, മദ്രസ എന്ന് ഞാൻ പറയാതാണ് കാര്യം, ആ മുസ്ലിം വേഷത്തെ രണ്ട് കുട്ടികൾ എന്നെ കണ്ട് കൊഞ്ഞനം കുത്തി കേട്ടോ, റോട്ടിൽ വെച്ച് കൊഞ്ഞനം കുത്തി കാണിച്ചു. അത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളല്ലേ, മദ്രസ പൊട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ്, സമ്മതിച്ചു. അപ്പോൾ ഇതാണ് ആദ്യത്തെ പരാതി. മദ്രസയിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികളെന്തോ ഈ അമ്മച്ചിയെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചു എന്നുള്ളതാണ് ഇവരെ ചൊടിപ്പിക്കാനുള്ളൊരു കാരണം. ആ കൊഞ്ഞനം കാണിച്ച കുട്ടികളെ നോക്കി അവർ വിളിക്കുന്നത് മദ്രസ പൊട്ടന്മാർ എന്നൊക്കെയാണ്. നിസ്സാരമൊരു കൊഞ്ഞനം കുത്തിയതിന് ആ കുട്ടികളെ മദ്രസ പൊട്ടന്മാർ എന്ന് ഈ അമ്മച്ചി വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ അമ്മച്ചിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മുസ്ലിം വിരോധം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ഈ സംഘികളും ക്രിസംഘികളും അതോടൊപ്പം ഇസ്ലാമിനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെയാണ് ഈ മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ഇനത്തിൽപ്പെട്ട ഒരിനമാണ് ഈ അമ്മച്ചി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി അമ്മച്ചി അടുത്തതായി മറ്റൊരു പരാതി കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. പക്ഷേ ഇന്നൊരു വയസ്സായ തള്ള പർദ്ദയിട്ട് മുഖമൊക്കെ മൂടി വന്നിട്ട് എൻ്റെ കൂടെയുള്ള കുട്ടീൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നു. പൈസ കൊടുത്തിട്ട് കൊച്ചിൻ്റെ കയ്യിൽ പിടിപ്പിക്കുകയാണ് പൈസ ലുലുമാളിൽ. ഇതെന്താത്? ഞങ്ങൾ ഓടിച്ചെന്നു. ഈ തള്ള എന്താ ഈ ചെയ്തതെന്ന് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ തള്ളയെ കാണാനില്ല. കാരണം പർദ്ദയുടെ കുറേ എണ്ണം അവിടെ ഉണ്ട്. ഏത് ഭൂതാന്ന് വിചാരിച്ചിട്ടാ പിടിക്കണത്? ഇമ്മാതിരിയൊക്കെ കാണിക്കുമ്പോഴേ പബ്ലിക്കിൽ നിന്ന് ഈ വേഷം മാറ്റുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പബ്ലിക്കിൽ ഈ വേഷം വേണ്ട. ഞങ്ങൾക്ക് പേടിയുണ്ട്, മനസ്സിലായോ? ഓരോ വേഷം കൊണ്ട് നടക്കണേ. പർദ്ദയിട്ട ഒരു തള്ള മുഖംമൂടി ധരിച്ച് പർദ്ദയൊക്കെ അണിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. മുഖംമൂടി അണിഞ്ഞ് പർദ്ദയൊക്കെ ധരിച്ചെത്തിയ ആ സ്ത്രീ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ഈ പറയപ്പെടുന്ന ഇവരുടെ ഭാഷയിൽ തള്ളയാണ് എന്നുള്ളത് ഇവർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിലേക്ക് പൈസ ഏൽപ്പിച്ചിട്ട് എവിടെയൊക്കെയോ ഓടിപ്പോയെന്നും അവിടെ കുറേ സ്ത്രീകൾ ഇങ്ങനെ പർദ്ദയിട്ടത് കുറേ എണ്ണം നിൽക്കുന്നുണ്ട് എന്നും അതൊരു പരിഹാസമായ വാക്കുകൾ ഉപയോഗിച്ചൊക്കെയാണ് പറയുന്നത്. എന്നിട്ടെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സംഘികളും ക്രിസംഘികളും ഇസ്ലാമിക വിരോധികളും നിരന്തരമായി പറയുന്ന ആ ഒരു കാര്യം ഈ അമ്മച്ചി പിന്നെയും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ, പർദ്ദ നിരോധിക്കണമെന്ന്. നോക്കിയത് കാലാകാലങ്ങളായി കേൾക്കുന്നതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ പൊന്നമ്മച്ചി, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ആരുടെയും കുടുംബസ്വത്തല്ല. ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കെന്നോ ഇന്ന മതക്കാരനെന്നോ ഇന്ന സമുദായക്കാരനെന്നോ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും തീരെഴുതി കൊടുത്ത രാജ്യവുമല്ല നമ്മുടെ ഇന്ത്യ. ഇന്ത്യ രാജ്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെയുള്ള മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും അതോടൊപ്പം മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ട മണ്ണാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഒരു മതേതരത്വ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ രാജ്യത്ത് ഓരോരുത്തർക്കും അവരുടേതായ മതവിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട്. ആ മതവിശ്വാസങ്ങളെ വിശ്വസിക്കാനും ആ ആചാരങ്ങളനുസരിച്ച് ജീവിക്കാനും തൻ്റെ വിശ്വാസം പഠിക്കാനും അത് ജീവിതത്തിൽ പുലർത്താനുമൊക്കെ എല്ലാവർക്കുമുള്ള അവകാശം, അതാത് മതക്കാർക്കുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഭരണഘടന അവർക്ക് നൽകുന്നുണ്ട്. അത്തരത്തിൽ അവനവൻ വിശ്വസിക്കുന്ന മതങ്ങൾ പഠിപ്പിക്കുന്ന ആ വിശ്വാസങ്ങളെ ഇല്ലാതെയാക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല. നോക്കൂ, ഇസ്ലാം മത വിശ്വാസപ്രകാരം അന്യ പുരുഷന്മാരിൽ നിന്നും തൻ്റെ ശരീരത്തെ മറയ്ക്കാൻ വേണ്ടി മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ഈ പർദ്ദ എന്ന് പറയുന്നത്. ആ മഹത്തായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ ജീവിച്ചു പോകുന്ന ആളുകളുമുണ്ട്, അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുമുണ്ട്. അതിപ്പോൾ എല്ലാ മതവിഭാഗത്തിലുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാഷായ വേഷമണിഞ്ഞ എത്രയോ കള്ള സന്യാസിമാരെ, പൂജാരിമാരെ പീഡനക്കേസിലും മറ്റുമൊക്കെയായി പോലീസ് പിടികൂടിയ വാർത്തകൾ നമ്മൾ എത്ര എണ്ണം കേട്ടു. അതോടൊപ്പം പള്ളിയിലച്ചന്മാർ വളരെയധികം പവിത്രമായി ധരിക്കുന്ന ആ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അതിന് മാന്യത പോലും കൽപ്പിക്കാതെ, മഹത്വം പോലും കൽപ്പിക്കാതെ പല കേസുകളിൽ പിടികൂടിയ പള്ളിയിലച്ചന്മാരുടെ വാർത്തകൾ നമ്മളെല്ലാവരും നിരന്തരമായി കേട്ടു. അതുപോലെ തന്നെയാണ് ഇവിടെയും പർദ്ദ ധരിച്ചുകൊണ്ട് അതോടൊപ്പം താടിയും തൊപ്പിയും വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള തെറ്റായ തെമ്മാടിത്തരങ്ങളും പോക്കൃത്തരങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാൽ ഈ പറയപ്പെട്ട ആളുകൾ ഏതെങ്കിലും കുറച്ചാളുകൾ മാത്രമേ കാണുകയുള്ളൂ. അവർ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ആ മഹത്തായ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു എന്ന് കരുതി ആ വസ്ത്രത്തെ മുഴുവനും നിരോധിക്കണം എന്ന് പറയുന്നതിനോട്
എന്ത് ലോജിക്കാനുള്ളത്? ഇവിടെ അമ്മച്ചിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ ഒരു മുസ്ലിം വിരോധമാണ്. അമ്മച്ചി അവസാനമായി പറയുന്നുണ്ട്, അമ്മച്ചിക്ക് പേടിയാവുന്നുണ്ടത്രേ. അതെന്താണ്? നിങ്ങൾക്ക് ഈ പർദ്ദയും താടിയും തൊപ്പിയും മാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പേടി വരുന്നത്? മറ്റൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പേടി വരാത്തത്? കേരളത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ കൊലവിളി നടത്തിയ ഒരു കന്യാസ്ത്രീയായിരുന്നു ടീന ജോസഫ്. ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ എന്നായിരുന്നു അവരുടെ ആ ഒരു കമൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അവരെ കണ്ടിട്ട് നിങ്ങൾക്കാർക്കും പേടി തോന്നുന്നില്ലേ? പേടി വരില്ല, കാരണം ഈ പറയപ്പെടുന്ന സ്ത്രീ ഒരു മുസ്ലിം അല്ലല്ലോ. ഇതൊരുതരം മാനസിക രോഗമാണ്. മുസ്ലിമീങ്ങളെ മാത്രം കണ്ടാൽ പേടി വരുന്ന ഒരു പ്രത്യേകതരം മാനസിക രോഗം. നോക്കൂ, മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഈ പർദ്ദ എന്ന് പറയുന്ന വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എത്രയോ ആളുകൾ, പുരുഷന്മാർ, സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളല്ല, മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്തു എന്നടക്കമുള്ള എത്രയെത്ര വാർത്തകൾ നാം എല്ലാവരും കേട്ടു. നോക്കൂ, ലുലു മാളിൽ സ്ത്രീകൾ കയറുന്ന ബാത്റൂമിലേക്ക് കയറി അവിടെ മൊബൈലിൽ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയ പർദ്ദ ധരിച്ചെത്തിയ ഒരുവനെ അവിടെയുള്ള ആളുകൾ പിടികൂടി. അവൻ ഏതെങ്കിലും ജബ്ബാറോ ഷെഫീഖോ മുഹമ്മദോ ഒന്നും ആയിരുന്നില്ല. അവൻ്റെ പേര് അഭിമന്യു എന്നായിരുന്നു. ആ വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇടപ്പള്ളിയിലെ മാളിലെ ശുചിമുറിയിൽ നിന്ന് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവ് പിടിയിൽ. കണ്ണൂർ സ്വദേശി അഭിമന്യുവാണ് പിടിയിലായത്. പർദ്ദ ധരിച്ചാണ് ഇയാൾ സ്ത്രീകളുടെ ശുചിമുറിയിൽ കയറിയത്. കാക്കനാട്ടെ IT കമ്പനിയിലെ ജീവനക്കാരനാണ് പിടിയിലായത്. ഇനി ഇതേ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ഒരു പൂജാരിയെ കയ്യോടെ പൊക്കിയ ഒരു വാർത്തയും നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിന്റെ ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം. വിഷ്ണു നമ്പൂരിയ വിഷ്ണു നമ്പൂരിയ ഇതെന്താ നടക്കുന്നത്? അമ്പലത്തില് കണ്ടശതമാനം മഠത്തില് പിന്നെ കുറെ കാലമായോ ഊരി? 3 വർഷമോ? ഇപ്പൊ ഉണ്ടോടാ? അപ്പൊ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇടയിരുന്നു. അപ്പൊ ഇവിടെ എന്തെല്ലാം അറിയോ? പോലീസ് സ്റ്റേഷനിലെല്ലാം അറിയോ? അറിയില്ല. ഇവരെ അറിയില്ലേ? അമ്പലത്തിലെ വരുന്ന അറിയില്ല? അമ്പരിക്കാരൊന്നും കണ്ടില്ലേ? മറ്റുള്ള കൂട്ടരും ഈ വസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അമ്മച്ചീനി എങ്ങാനും നിങ്ങളുടെ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് പൈസ ഏൽപ്പിച്ച് ഓടിപ്പോയത് ഇതുപോലെ ഏതെങ്കിലും ഒരു പർദ്ദ ധരിച്ചെത്തിയ ഒരു തള്ളയായിരിക്കില്ല. നേരെ മറിച്ച് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു അഭിമന്യുവോ, ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂജാരി വല്ലതുമായിരിക്കും. ഈ പർദ്ദ എന്ന് പറയുന്ന വസ്ത്രത്തെ നിരോധിക്കാൻ വേണ്ടി പലതരം കളികളും ഇന്ന് ഇസ്ലാമിക വിരോധികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരത്തിൽ പർദ്ദ ധരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതകൾ ഇത്തരം ആളുകൾ കാണിച്ചു കൂട്ടുകയാണ്. അത്തരത്തിൽ പർദ്ദ എന്ന് പറയുന്ന വേഷം ധരിച്ച് വേഷം മാറി വന്ന് സമൂഹത്തിനിടയിലേക്ക്, പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആ പർദ്ദയോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ശത്രുത കൂട്ടാനുള്ള പല പദ്ധതികളും പ്രവർത്തനങ്ങളും ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ പർദ്ദ ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി തീരും. ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മച്ചിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അമ്മച്ചിക്ക് അവസാനമായി ഞാനൊരു കാഴ്ച കൂടി കാണിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഒരു ഹൈന്ദവ സഹോദരിയുടെ മനോഹരമായ ഒരു കാഴ്ച. ആ സഹോദരിക്ക് പർദ്ദ കണ്ടാൽ പേടിയില്ല, തൊപ്പിയും താടിയും കണ്ടാൽ ഭയവുമില്ല. ആ കാഴ്ച അമ്മച്ചി ഒന്ന് കൺകുളിർക്കെ കണ്ടുകൊള്ളൂ.